വെൽക്കം ബാക്ക് ടു മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ എഫെസോസ് സഭയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എഫെസോസ് സഭയുടെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് അവരെ കാണുന്നു, അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ യേശുക്രിസ്തു പറയുന്ന കാര്യം വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരില്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും നിൻ്റെ നാമനിമിത്തം നീ സഹിച്ച് തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഇവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5 വിധ കാര്യങ്ങളാണ് ആത്മാവിടെ പറയുന്നത്. ഒന്ന്, വളരെ കഠിനാധ്വാനം, പ്രവൃത്തിയും പ്രയത്നവും, വർക്ക് ആൻഡ് ലേബർ. കഷ്ടതയുടെ നടുവിലും അത്യധ്വാനം ചെയ്യുന്നവർ. നമുക്കറിയാം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസമില്ല. അവിടുത്തെ വിശ്വാസം, അവിടുത്തെ വിശ്വാസികൾ വിശ്വാസത്തോടുകൂടി പ്രവൃത്തിയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നു. ഇന്ന് സഭകൾ പ്രവൃത്തിയിൽ വർദ്ധിച്ചു വരണം. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ അവസാനത്തോളം തികച്ച് നീതീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഭ ഇന്ന് അലസമായി ഇരിക്കുവാനായിട്ട്, മയങ്ങിപ്പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, നിങ്ങളുടെ വർക്ക് ആൻഡ് ലേബർ, അതാണ് എടുത്തു പറയുന്നത്. രണ്ടാമത്, നിൻ്റെ സഹിഷ്ണുത. ദൈവിക വിശ്വാസത്തിലെ പ്രതികൂലങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ഥിരത കാണിപ്പാനുള്ള കഴിവ്, അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ബൈബിളിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്, ഞാൻ അത്രയും സമയമെടുത്ത് അതിലേക്ക് പോകുന്നില്ല. എഫെസോസ് സഭ സഹിഷ്ണുതയുള്ള സഭയായിരുന്നു. മൂന്നാമത് അവിടെ പറയുന്നത്, ദുഷ്ടത ചെയ്യുന്നവരെ സഹിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അശുദ്ധമായിട്ടുള്ള ഉപദേശവും അശുദ്ധ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി ദൈവസഭയെ കാത്തു സൂക്ഷിക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. എഫെസോസ് സഭ ആ രീതിയിലുള്ളൊരു സഭയായിരുന്നു. വിവേചനത്തോടു കൂടി ആളുകളെ നിലനിർത്തുകയും കൊള്ളരാത്ത ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുകയും ആ പ്രവൃത്തി നിന്ദ്യമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സഭ. നാലാമത്തത്, അപ്പോസ്തലന്മാരല്ലാത്തവരെ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞവർ. നമുക്കറിയാം, അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരിലുമാണ് സഭ പണിയപ്പെടുന്നത് എന്ന് എഫേസ്യർ 2:20 പ്രത്യേകം പറയുന്നുണ്ട്. ആ കാലത്ത് ഒരുപാട് ദുരുദ്ദേശങ്ങൾ വന്ന് കുഞ്ഞാടിൻ്റെ വേഷം കെട്ടി ചെന്നായ്ക്കളായിട്ട് അകത്ത് കിടക്കുന്ന കള്ള അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള ആളുകൾ, തെറ്റായിട്ട് പഠിപ്പിക്കുന്ന, ദുരുദ്ദേശം ചെയ്യുന്ന ആൾക്കാർ സഭയിലുണ്ടാവും. സഭയിലെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇത്രയും പേര്, 5 പേര് വിവിധ ശുശ്രൂഷയിലുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ്. പൗലോസും തിമോഥെയോസും ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ അവർ വേണ്ട രീതിയിൽ വചനം വ്യാഖ്യാനിച്ച് അവർക്ക് കൊടുത്തിരുന്നെങ്കിലും ആൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം വേണ്ടാത്ത പഠിപ്പിക്കലുകൾ വരുന്നുണ്ട്. 5-ാമത്തെ കാര്യം, കർത്താവിൻ്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാതിരുന്നത്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. നമുക്കറിയാം, പീഡനം കണ്ടമാനം ഉണ്ടായിരുന്ന സമയമാണ്. നീറോയുടെ ഭരണകാലത്ത് പീഡനം കണ്ടമാനം ഉണ്ടായിരുന്ന സമയമാണ്. അവർ ക്രിസ്തു നിമിത്തം സഹിക്കുന്ന കഷ്ടത വൃഥാവല്ല എന്നുള്ള ചിന്ത അവരെ ധൈര്യപ്പെടുത്തി. ഈ നല്ല കാര്യങ്ങളെല്ലാം ഓർത്ത് കർത്താവ് അവരെ പ്രശംസിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ, അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 1 തിമോഥെയോസ് 6 ഇതെല്ലാം തന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ ചിന്തിച്ചിട്ടാണ് അവർ ആ രീതിയിൽ കഷ്ടം സഹിക്കാനായിട്ട് ദൈവം അവരെ ശക്തരാക്കും എന്നുള്ള ചിന്തയിൽ അവർ പിടിച്ചു നിന്ന് തളർന്നു പോകാതിരുന്നത് എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞ് അവരെ
പ്രശംസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരാത്തവരെ സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാരായിരിക്കെ അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട ഈ 5 കാര്യങ്ങളാണ്. ഓക്കെ, അന്നേരം അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു, പിന്നെ അടുത്തത് പറയുന്നത്, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുന്നു. ആദ്യ സ്നേഹം ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ആദ്യ സ്നേഹം വിട്ടുകളയുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സമയത്ത് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, യേശുവേ നീ എൻ്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി വരണമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വലിയൊരു ആനന്ദവും സന്തോഷവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റമാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഈ ആദ്യ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച സമയങ്ങളിൽ രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ പോയി, ആ സമയത്ത് ആ സന്തോഷം ജീവിതത്തിലുള്ളപ്പോൾ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന, ആരും പറയാതെ ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാം. എന്നാൽ കുറേ കഴിയുമ്പോൾ കളകൾ കയറി, ജീവിതത്തിലേക്ക് കളകളൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അതിനൊക്കെ ഡിമിനിഷ് ചെയ്തു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിലുണ്ട്. ഇവിടെ സ്നേഹം എന്ന് പറയുന്ന അഗപ്പെ ലവ്, കാൽവറി ക്രൂശിൽ കാണിച്ച സ്നേഹം, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന സ്നേഹം, ഈ സ്നേഹമൊക്കെയാണ് നമ്മൾ ഇവിടെ ചിത്രീകരിക്കുന്ന സ്നേഹം. ഈ സ്നേഹം എന്നേക്കും നിലനിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 11 പറയുന്ന പോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സ്നേഹം നിലനിൽക്കണം. ഈ സ്നേഹം ആണ് നമുക്ക് യൂണിയൻ ഉണ്ടാക്കുന്നത്. ആദിമസഭയിലെ സമയത്തറിയാം, 1 കൊരിന്ത്യർ 1:10, 3:3 നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, ഈർഷ്യയുണ്ട്, അതുപോലെ പിണക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഇതെല്ലാം ഒഴിവായിക്കൊണ്ട് കർത്താവിൽ ഒന്നാകുന്നു എന്നുള്ള ചിന്ത, ആ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശ്വാസം, സ്നേഹത്താലുള്ള വിശ്വാസം, അതാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. ആ വിശ്വാസത്തിനകത്ത് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. കൃപാവരങ്ങളുണ്ട്, എന്നാൽ സ്നേഹമില്ലെങ്കിൽ എന്താണുള്ളതെന്ന് 1 കൊരിന്ത്യർ 13 പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനേകം വാക്യങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാൻ 13:34 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയും. അപ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിച്ചിരിക്കുന്ന സ്നേഹം നമ്മൾ കൂടി മറ്റുള്ളവരിലേക്ക് ചെല്ലുക എന്നുള്ള, അതാണ് കർത്താവ് നമുക്കെന്ന സ്നേഹം, ആദ്യ സ്നേഹം. എവരെക്കുറിച്ച് പറയാനായിട്ടൊരു കാര്യം ഇതാണ്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. റോമർ 12:9 സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യാജമില്ലാത്ത സ്നേഹം, അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. വ്യാജമില്ലാത്ത സ്നേഹം ദൈവം നമ്മളെ പഠിപ്പിച്ച ആ സ്നേഹമാണ്. പഴയ നിയമത്തിൽ പിന്മാറിപ്പോയ ഇസ്രായേലിനെ കണ്ടിട്ട് ഹോശയ, മലാഖി തുടങ്ങിയ പ്രവചനത്തിലും യൗവനത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അതിനൊരു അഡ്വൈസ് കൊടുത്തിരിക്കുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ടു എന്ത് വീണിരിക്കുന്നു എന്നോർത്ത് അതിൽ നിന്ന് തിരിച്ചു വരിക, ആ മാനസാന്തരം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കുറവുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, ആ കുറവ് നികത്തി അത് പരിഹരിക്കണം. മാനസാന്തരം, മനസ്സിൻ്റെ മാറ്റം, മെറ്റനോയ മിനിസ്ട്രീസ് നമ്മളതാ ചെയ്യുന്നത്. ശരിക്കും മനസ്സിൻ്റെ രൂപാന്തരം, തീവ്ര ഒരു പശ്ചാത്താപത്തോടു കൂടി ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവിക ക്ഷമ പ്രാപിക്കുവാനായിട്ട് മനം തിരിയുന്ന അവസ്ഥ നമുക്ക് വേണം. അതാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നമ്മൾ മടങ്ങി വരുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞാണ്, നമ്മൾ ആദ്യം അനുഭവിച്ച ആ സ്നേഹം, വിട്ടുകളഞ്ഞ പ്രാർത്ഥനയും ധ്യാനവും വചനധ്യാനവും വിശുദ്ധിയുടെ കൂട്ടായ്മയും
ആരാധനയും എല്ലാം മടങ്ങി വരണം. എന്തൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞോ അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഒറിജിനലി ഇരുന്ന് ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനോട് ചേർന്ന് തന്നെ കർത്താവ് ഒരു വാണിംഗ് കൂടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വാണിംഗ് എന്താണ്? നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ വിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും. വിളക്ക് നീങ്ങുന്ന പദവി എന്ന് പറഞ്ഞാൽ സഭ പിന്നെ ഇല്ല. സഭയുടെ വിളക്ക് ക്രിസ്തുവാണ്. ക്രിസ്തു നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? പിന്നെ ഒരു സംഘടനയായി മാറും. സഭ ഒരു സംഘടനയായി മാറും. ഈഖബോത്ത് എന്ന് പറയുന്ന മഹത്വം നഷ്ടപ്പെട്ട കൂട്ടം ആയിട്ട് മാറും. അങ്ങനെ ഒരിക്കലും വരാനായിട്ട് പാടില്ല. മഹത്വം നഷ്ടപ്പെട്ടാലും പ്രോഗ്രാമുകളൊക്കെ നടത്തി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് കർത്താവ് തരുന്ന മുന്നറിയിപ്പ് മനസ്സിലാക്കി നമ്മൾ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. കൃപാവരങ്ങളാൽ ശോഭിച്ച നല്ല വിളക്കായിരുന്ന കൊരിന്ത്യ സഭ ഈ ലോകത്തിൻ്റെ പാപത്തിലും അധർമ്മത്തിലും വീണുപോയ കാര്യം നമുക്ക് കൊരിന്ത്യ സഭയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദൈവിക പദ്ധതികളെ മനസ്സിലാക്കി ഈ നാളിൽ മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എങ്കിലും നിക്കലോവിയുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന് ഒരു നന്മയുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നിക്കലോവിയുടെ ഉപദേശത്തെക്കുറിച്ച് ഇനിയും വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ നിക്കലോവിനെ കുറിച്ച് ആ സമയത്ത് കൂടുതലായിട്ട് പറയാം. എന്നാൽ നിക്കലോവിയുടെ ഉപദേശം എന്ന് പറയുന്നത് ആ സമയത്തുള്ള ജ്ഞാനത്തിൻ്റെ വാദമാണ്. ജനത്തെ ജ്ഞാനത്തിൽ വഞ്ചിക്കുക എന്നുള്ളൊരു കാര്യം. പഴയ നിയമത്തിലെ ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 24 പറയുന്നുണ്ട്. അതിനകത്ത് ജനത്തിൻ്റെ നടുവിൽ ഇടർച്ച വരുത്തി വിഗ്രഹാർപ്പിതം തിന്നുവാനും മ്ലേച്ഛതയ്ക്ക് അനുമതി കൊടുക്കുകയും ചെയ്യാനായിട്ട് സഭയെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് ആ പറയുന്ന കാര്യം. അന്നേരം സഭയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നാൽ ആളുകളെ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസമൊക്കെ ഉള്ളത് നല്ലതാണ്, അതിന് കുഴപ്പമില്ല. എന്നാൽ ഇതൊക്കെ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു കൂട്ടർ വിഗ്രഹാർപ്പിതം കഴിക്കുന്നു, ഒരു കൂട്ടർ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മയത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അത് പകയ്ക്കുന്ന എന്നൊരു നന്മ നിനക്കുണ്ട് എന്ന് പറയുന്നു. നോ കോംപ്രമൈസ്. ഈ ലോകവുമായിട്ടുള്ളൊരു കോംപ്രമൈസ്, പാപത്തിന് വേണ്ടി വീണ്ടും കർത്താവിനെ ക്രൂശിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന അനുഭവം, അതാണ് ആവശ്യം. എന്നാൽ ദോസ് ഹു ഓവർകം, അവസാനം വരെ ഓവർകം ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ഒരു അനുഭവം, ആ ഒരു അനുഭവമാണ് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീക്ഷയാണ് ഈ സഭ. അവർ ലോകത്തെ ജയിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവവൃക്ഷത്തിൻ്റെ ഫലം ജയിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച്. ജീവവൃക്ഷത്തിൻ്റെ ഫലം നഷ്ടപ്പെടുത്തിയപ്പോൾ മാനവജാതി എല്ലാം പർദീസയിൽ നിന്ന് പുറത്തായി. എന്നാൽ ആ പർദീസയിലേക്ക് ദൈവം വസിക്കുന്ന സ്ഥലം, പ്രകാശം പരത്തുന്ന തോട്ടം എന്നാണ് പർദീസയുടെ അർത്ഥം. ജയിച്ചവർ മരണശേഷം എത്തുന്ന സ്ഥലമാണ് പർദീസ. ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് കാണുന്നു. എഫെസോസ് സഭയുടെ ദൂത് എല്ലാവർക്കുമുള്ള ദൂതാണ്. അവർക്ക് വേണ്ടി അന്ന് കൊടുത്തെങ്കിലും നമുക്കും അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കുന്നത് എന്താണ്? ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം, നമ്മളെ പുകഴ്ത്തുന്നതിനൊക്കെ ഉപരിയായിട്ട് കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്. ദൈവം നമ്മൾക്ക് സ്നേഹം തന്നത്, ആ സ്നേഹം അത് കുറഞ്ഞു പോകാതെ അതിൽ നിൽക്കാനായിട്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോട് നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരോട് ചേർന്ന് ലോകത്തിൻ്റെ മയമായി പോവുകയല്ല, പിന്നെയോ ലോകത്തിൻ്റെ നടപ്പിൽ നിന്ന് വ്യതിചലിച്ച് ഒരു സെപ്പറേഷൻ, ഒരു വേർപാടിൻ്റെ അനുഭവത്തിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് എഫെസോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നും സഭകൾക്ക് ബാധകമാണ്. ഇല്ലെങ്കിൽ എന്താണ്?
അവിടെ നിന്ന് നിലവിളക്ക് മാറ്റിക്കളഞ്ഞാൽ കർത്താവില്ലാത്ത അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ സഭകൾ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവൊന്നും അവിടെ കാണത്തില്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ കാണും, കർത്താവൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പറുദീസയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരായി ഇരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവിടെ ബോധിപ്പിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്ത് ഇതാണ്. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിപ്പോവുകയല്ല, അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. കോരിന്ത സഭയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോരിന്ത സഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് നിക്കലോവിയുടെ നടപ്പ് പകയ്ക്കാതിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു. അവരെപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇരിക്കുകയായിരുന്നു, ഗ്രോത്ത് ഇല്ലായിരുന്നു, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരുന്നു. അതുപോലെ അവിടെ ഈർഷ്യയും കലഹവും അതുപോലെ അവരുടെ ഇടയിൽ സൈഡ് പിടിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനായിട്ട്, ആദ്യ സ്നേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു. തീർച്ചയായും ഇന്നത് ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിലും ഇത് പ്രാവർത്തികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യക്തി നമ്മളാണല്ലോ, നമ്മൾ ചേരുന്നതാണല്ലോ സഭ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവവചന ധ്യാനത്തിനും പഠനത്തിനും എത്ര സമയം ഇപ്പോൾ എടുക്കുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നു, കർത്താവിനെ അറിഞ്ഞ സമയത്ത് അത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴേ വന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ അതിലൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് നിന്ന് പലപ്പോഴും വെട്ടിക്കളയുന്നു ആയിട്ട് തുടങ്ങി. ഇതൊക്കെ ഒരുപാട് ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും പിശാചിനെ നമ്മളെ നമ്മുടെ ജീവിതം തന്നെ കൊണ്ടു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏതെങ്കിലും അവയവത്തിലെ കേടുകളുണ്ടെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യും. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഫെസോസ് സഭയുടെ കർത്താവെ ജീവിതത്തിലെ കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. അത് ഞങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിലും കർത്താവെ അത് ആ വിശുദ്ധിയും അതുപോലെ ആ തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനവും അതുപോലെ കർത്താവെ ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ആഹ്വാനവും ഒക്കെ ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നടപ്പ് ഏത് രീതിയിലാണെന്ന് ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് ഇൻ ഫെയ്ത്ത് ജയിക്കുന്നവർക്ക് മാത്രമാണല്ലോ നീ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുന്നത്. കർത്താവെ, ആ പാരഡൈസിലെ ദൈവവുമായിട്ടുള്ള അനുഭവത്തിൽ അങ്ങനെ ഇരിക്കണം എങ്കിൽ കർത്താവെ വീണതിൽ നിന്ന് ഞങ്ങൾ കരകയറി കർത്താവെ മാനസാന്തരപ്പെട്ട് ആദ്യമായിട്ടുള്ള സ്നേഹത്തിലേക്ക് ഞങ്ങളെ വീണ്ടും തിരിച്ചു ചെല്ലേണ്ട ആവശ്യമുണ്ടല്ലോ. അത് ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും കർത്താവ് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം നിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് നിൻ്റെ സന്നിധിയിലിരുന്ന് കരുണകളെ പ്രാപിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ രോഗത്തിൽ നിന്ന് വലിയൊരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ അവയവങ്ങളിലുള്ള കേടുകളാണെങ്കിലും അതെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവൻ എല്ലാത്തിനും കരുതിക്കൊള്ളുമെന്നുള്ള വലിയ ചിന്ത ഈ ദിവസങ്ങളിൽ അവരെയൊക്കെ ഭരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെല്ലാം മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള വ്യഥകളിലൊക്കെ ഇരിക്കുന്നവരെ, അതുപോലെ മാനസിക പീഡനങ്ങളിലിരിക്കുന്നവരെ, അതുപോലെ കർത്താവെ മാനസിക ഉറങ്ങാൻ വയ്യാതെ ഗുളികകളൊക്കെ കഴിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ ആശ്വാസം, നിൻ്റെ സമാധാനം, നിൻ്റെ ശക്തി അവരിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ 7 സഭയെക്കുറിച്ച് പറയുന്ന എഫെസോസ് സഭയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും തുടർന്നും ഓരോ ദിവസവും ഇതുണ്ടാവും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.